നാഷണൽ ഹെറാൾഡ് കേസിന് തീവ്രത പോരെ വി.ഡി. സതീശനോടാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കടുത്ത കടന്നാക്രമണം നിയമപരമായി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. CPM അത് രാഷ്ട്രീയമായി നേരിടുന്നത് മുഖ്യമന്ത്രിയെ അതിൽ ബന്ധപ്പെടുത്താൻ നടത്തുന്ന കരുനീക്കങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ 2 വിജിലൻസ് കോടതികളിലും കേരള ഹൈക്കോടതിയിലും നൽകിയ ഹർജികളിലുണ്ടായ വിധി CPMനെയും കേരള മുഖ്യമന്ത്രിയെയും കേരള സർക്കാരിനെയും അതിൽ പങ്കില്ലാത്ത വിധം എന്താണ് വസ്തുത എന്ന് കോടതി വിധി കൊണ്ട് തന്നെ സത്യത്തിൻ്റെ പൊന്മുഖം തെളിച്ച് ലഭിച്ചിട്ടുള്ള സമുജ്വല വിധികളാണ്. എന്താണ് ഹൈക്കോടതി വിധി? ഹൈക്കോടതി പറയുന്നു, 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി തൻ്റെ അധികാരസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോ സർക്കാരോ വകുപ്പോ ഉദ്യോഗസ്ഥന്മാരോ ഒരു ചെറു നടപടി പോലും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ആ കമ്പനിയുമായി ഒരു കരാർ പ്രകാരം നികുതി അടച്ച് സേവന കരാറുണ്ടാക്കി 3 വർഷത്തെ സേവന കരാറിലൂടെ പ്രവർത്തിച്ചു വന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിലുള്ളത്. വിധി അതാണെങ്കിലും അത് അംഗീകരിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറല്ല. അവർ വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രിയെ മകളെ ആക്രമിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായി കൃത്യമായിട്ടുള്ള നിലപാട് ആ കമ്പനി, ബന്ധപ്പെട്ട കമ്പനികൾ നിയമാനുസരണം തന്നെ നടത്തും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന, അന്വേഷണ ഏജൻസികൾ ഉണ്ടാക്കുന്ന പുകമറകൾ, സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ മറവിലെ കടത്ത്, ഖുറാൻ്റെ മറവിലെ കടത്ത്, ബിരിയാണി ചെമ്പിൻ്റെ മറവിലെ കടത്ത്, അല്ലെ കമല ഇൻ്റർനാഷണൽ, കൈതോലപ്പായ തുടങ്ങിയ കെട്ടുകഥകൾ പോലെ മറ്റൊരു കെട്ടുകഥ മാത്രമാണ് എന്നുള്ളതാണ് CPIM വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നേതാക്കളായ സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും വേട്ടയാടുന്നത് അസൽ വേട്ട, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ വേട്ടയാടുന്നത് ശരിക്കും വേട്ട. ആ വേട്ടയെ രാഷ്ട്രീയമായി നേരിടണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ അത് ഗൗരവമുള്ള കേസാണ്, മറ്റൊരു തീവ്രതയില്ല. ഇതാണ് വി.ഡി. സതീശൻ്റെ ആരോപണം, വി.ഡി. സതീശൻ്റെ പ്രസ്താവന. എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് 1936 5000-ഓളം ഷെയർ ഹോൾഡർമാരിൽ നിന്നും പണം സമാഹരിച്ചാണ് AJL എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനി ആരംഭിക്കുന്നത്. അവർ പ്രസിദ്ധീകരിക്കുന്ന അസോസിയേറ്റഡ് ജേർണൽ എന്ന കമ്പനി പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് നാഷണൽ ഹെറാൾഡ്. 3 ഭാഷകളിൽ, ഹിന്ദിയിൽ, ഉറുദുവിൽ, ഇംഗ്ലീഷിൽ, 3 ഭാഷകളിൽ സ്വാതന്ത്ര്യ സമരത്തെ പ്രോജ്വലിപ്പിക്കാൻ ഇറക്കിയിരുന്ന മാധ്യമമാണത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇടക്കാല പ്രധാനമന്ത്രിയാകുന്നത് വരെ അദ്ദേഹം അതിൻ്റെ ചുമതല വഹിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം അത് മാറി മറ്റുള്ളവർ ചുമതല വഹിച്ചു വരികയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ വലിയ നഗരങ്ങളിൽ, തലസ്ഥാനത്തുൾപ്പെടെ ബോംബെ, ഡൽഹി, പാറ്റ്ന, ലക്നൗ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇതിനുണ്ട്. ഏതാണ്ട് 5000 കോടി രൂപയുടെ ആസ്തി AJL എന്ന് പറയുന്ന കമ്പനിക്കുണ്ട്, നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിനുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അവർ കടത്തിലായപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉദാരമായി പെരുമാറി. കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടിൽ നിന്നും 90.25 കോടി രൂപ ഈ കടം വീട്ടാനെടുത്ത് വിനിയോഗിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ 90.25 കോടി രൂപ കടം വീട്ടാൻ ഉപയോഗിച്ചാൽ ആ കടം വാങ്ങുന്ന കമ്പനി ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടിക്ക് പണം തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്ത് വേണം, അതിൻ്റെ ഓഹരി കണക്കാക്കിയിട്ട് അത്രയും ഓഹരി കോൺഗ്രസ് പാർട്ടിക്ക് ആ കമ്പനിയിൽ ഉണ്ടാകണം. പക്ഷേ എന്താ നടന്നത്? 2010 സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ 5 പേർ ചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, സ്വകാര്യ ട്രസ്റ്റ്, യങ് ഇന്ത്യ ലിമിറ്റഡ്. യങ് ഇന്ത്യ എന്നൊക്കെ ഇവർ പേര് പറയുമ്പോൾ, യങ് ഇന്ത്യ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ പത്രമാണ് കേട്ടോ. എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സത്യത്തിൻ്റെ പൊൻവെളിച്ചമായിരുന്ന ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ച് ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു കൊള്ള നടത്താൻ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തയ്യാറായെന്നുള്ളത് ആലോചിക്കണം. യങ് ഇന്ത്യ ലിമിറ്റഡ് എന്നിട്ട് എന്ത് ചെയ്തു?
ആ യങ് ഇന്ത്യ ലിമിറ്റഡിന് ആ കമ്പനിക്ക് ഈ AJL എന്ന് പറയുന്ന നാഷണൽ ഹെറാൾഡ് കമ്പനി ആകെ ഏതാണ്ട് 40 ലക്ഷമോ 50 ലക്ഷമോ ഓഹരി വില നിശ്ചയിച്ച് ഇത്രയും പണം കൊടുത്ത് വരുമ്പോൾ വാങ്ങുകയാണ്. വാങ്ങിയപ്പോൾ എന്ത് പറ്റി? കോൺഗ്രസ് പാർട്ടിക്കല്ല സ്വത്ത് കിട്ടുന്നത്. 90 കോടി രൂപ മുടക്കിയ കോൺഗ്രസ് പാർട്ടിക്ക് സ്വത്തില്ല. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അതുപോലെ കോൺഗ്രസിൻ്റെ 2-3 വേറെ നേതാക്കൾ, സാം പിത്രോദ ഉൾപ്പെടെ ഒരു 4-5 നേതാക്കളെ കൂട്ടിച്ചേർത്തൊരു സ്വകാര്യ ട്രസ്റ്റ് ഉണ്ടാക്കി. മേജർ ഷെയർ 76% ഷെയറും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും. തീരുമാനം എടുക്കാനുള്ള അവകാശമല്ല ഇവർക്ക്, മറ്റുള്ളവരൊക്കെ റബ്ബർ സ്റ്റാമ്പ്. ഇതാകെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ 2 കാര്യങ്ങളാണ് നടന്നത്. കോൺഗ്രസ് പാർട്ടിക്കാണ് ഈ സ്വത്ത് കിട്ടിയതെങ്കിൽ കോൺഗ്രസ് പാർട്ടി കൊടുത്ത കണക്കിൽ, അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കിൽ ഈ പറയുന്ന യങ് ഇന്ത്യ ലിമിറ്റഡും അതിൻ്റെ സ്വത്തുക്കളും AJLൻ്റെ സ്വത്തുക്കളും പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി കൊടുത്ത കണക്കിൽ അതില്ല. അപ്പുറത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവർ വ്യക്തിപരമായിട്ടുള്ള ട്രസ്റ്റ് എന്ന നിലയ്ക്കാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ അക്കൗണ്ടിൽ ഈ കാര്യം വരണ്ടേ? അവർ കൊടുത്ത വരവ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ലഭ്യമായിട്ടുള്ള ഞങ്ങളുടെ ഓഹരി ഇതിലുണ്ട് എന്ന കാര്യം അറിയിക്കണ്ടേ? രണ്ടും ചെയ്തിട്ടില്ല. 2010-11 എന്നൊക്കെ പറഞ്ഞാൽ അഹങ്കാരം നിറഞ്ഞ കോൺഗ്രസിൻ്റെ ആ കാലമായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിന് തുടർഭരണം ലഭിച്ച് 2ാം UPA നിറഞ്ഞാടുന്ന കാലം, 2ാം UPAയുടെ അഴിമതിയുടെ കാലം, കൽക്കരി കുംഭകോണത്തിൻ്റെ കാലം. കൽക്കരി കുംഭകോണം നടക്കുന്ന കാലത്താണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഈ പണി നടത്തിക്കൊണ്ടിരുന്നത്. 2009 തെരഞ്ഞെടുപ്പ് ശേഷം കുംഭകോണങ്ങൾ നടക്കുന്ന 2G സ്പെക്ട്രം അഴിമതി നടക്കുന്ന സമയത്താണ് ഈ യങ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പേരിൽ, മഹാത്മാഗാന്ധിയുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ AJL അമ്മയും മകനോട് വിഴുങ്ങുന്നത്. അത് നിയമപരമായി ഒരു സ്ഥാപനത്തിലും കണക്ക് കൊടുത്തിട്ടില്ല. ഇതാണ് പ്രശ്നം. കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നുണ്ട്. AJL എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അത് വിഴുങ്ങി. കോൺഗ്രസ്സുകാർക്ക് പരാതിയില്ലെങ്കിൽ അത് BJP നേതാക്കന്മാർ പരാതിയാക്കണ്ട, നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല, അവർ കൊണ്ടു കിടക്കട്ടെ. ഗാന്ധി പാരമ്പര്യം തന്നെ വിഴുങ്ങാൻ നടക്കുന്നവരാണ്. പിന്നെ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പേര് ഉപയോഗിച്ചാലോ, അല്ലെ നെഹ്റുവിൻ്റെ കാലത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം അവർ മൊത്തം വിഴുങ്ങാൻ ശ്രമിച്ചാലോ, അതൊക്കെ അവരുടെ കാര്യം നിലയ്ക്ക് കണ്ടാൽ പോരെ. കോൺഗ്രസ്സുകാർക്ക് പരാതിയില്ല. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് ഞങ്ങളുടെ പണം, കോൺഗ്രസിൻ്റെ പണം 90 കോടി രൂപ വിഴുങ്ങിയാൽ നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സതീശൻ ചോദിച്ചാൽ നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അത് കോൺഗ്രസിൻ്റെ പണമാണ്. രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിലൂടെ കടന്നു പോകാൻ ഇവർക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഇവർ ആ നിയമവ്യവസ്ഥയിലൂടെ കടന്നു പോകാൻ തയ്യാറാകാത്തതാണ് കേസിന് ആധാരം. എന്തായാലും കുറ്റപത്രം വന്നിട്ടുണ്ട്. CPM അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി കൃത്യമായിട്ട് പറഞ്ഞു, രാഷ്ട്രീയമായി ഈ 2 കേസുകളെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെ കോൺഗ്രസ് പാർട്ടി എന്ന പ്രതിപക്ഷ പാർട്ടിയെയും പ്രതിപക്ഷ നേതാവിനെയും കടന്നാക്രമിക്കാനാണിത്. നിയമപരമായ വിഷയങ്ങൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിലുണ്ടോ ഇല്ലയോ എന്ന തർക്കത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇത് കടന്നാക്രമണമാണ്. ഇതാണ് CPM നിലപാട്. CPM നിലപാട് അതാണെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ഇങ്ങനെ ഒഴിഞ്ഞിട്ടിരിക്കുകയാണോ? മുഖ്യമന്ത്രിയുടെ മകളെ ആക്രമിക്കാൻ ഒഴിഞ്ഞിട്ടിരിക്കുകയാണോ? ചാഞ്ഞമരമാണോ സതീശ? അതുകൊണ്ട് VD സതീശനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നാഷണൽ ഹെറാൾഡ് കേസ് ചർച്ച ചെയ്യും, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളിപ്പോൾ ചർച്ച ആരംഭിച്ചു. ഏകപക്ഷീയമാവില്ല, ഒന്നും ഏകപക്ഷീയമാവില്ല. അത് VD സതീശൻ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കടന്നാക്രമിക്കാൻ അതിൻ്റെ മറവിൽ കോൺഗ്രസ്സുകാർ മെനക്കെട്ടിറങ്ങരുത്. നന്ദി.